ഹായ് ഓൾ, ഇറ്റ്സ് മീ ജുക്കാഡ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ മൂന്നാറിലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് പരിചയപ്പെടുത്താനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദ ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട്, അതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര് വരുന്നത്. റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചിന്നക്കാലിൽ നിന്ന് ഗ്യാപ് റോഡിലേക്ക് പോകുന്ന റൂട്ടിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന ഈ വീട് പോലുള്ളൊരു സംഭവമാണ് ഇവരുടെ റിസപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഇവരുടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ളത്. പുറത്തു നിന്ന് നോക്കുമ്പം ചെറുതാണെങ്കിലും ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെരിഫിക്കേഷൻ ടൈമിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള കോട്ടേജുകളൊക്കെ തന്നെ അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കോട്ടേജസുകൾ തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടും അത്യാവശ്യം സ്ലാൻഡിങ് ഏരിയയിലായതുകൊണ്ടും തന്നെ ഇവരുടെ പിക്കപ്പ് ജീപ്പിലായിരുന്നു ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. ജീപ്പിലൂടെ പോകുമ്പോൾ ഉള്ളൊരു ദൃശ്യമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിലാണ് എല്ലാ കോട്ടേജസും വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം പ്രകൃതി ഭംഗി അതുപോലെ പച്ചപ്പും ഒക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണിത്. ഇതാണ് ഫസ്റ്റത്തെ ഒരു ടൈപ്പ് കോട്ടേജ് വരുന്നത്. ഇവിടെ 2 സെറ്റ് ഓഫ് കോട്ടേജ് ഒരുമിച്ചാണ് വരുന്നത്. ഒന്ന് താഴെയും ഒന്ന് മുകളിലും ആയിട്ടാണ്. 2 കോട്ടേജസിനും ഒരു ബെഡ്റൂമും ബാത്റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാൽക്കണിയും കൂടെയാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ടൈപ്പ്. ഇതിൻ്റെ പേര് ഹണിമൂൺ വില്ല എന്നാണ് കേട്ടോ. ബാക്കി കോട്ടേജുകളെ അപേക്ഷിച്ച് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഹോളും കൂടെ വരുന്നുണ്ട്. ഒരു വിൻറ്റേജ് ലുക്കിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഇതുപോലെ ഒരു വാഷ് ഏരിയ വരുന്നത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഹണിമൂൺ വില്ലേൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിയ രീതിയിലാണ് ഇതിൻ്റെ ഓരോ എക്സ്റ്റീരിയറും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗാർഡൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു ബാൽക്കണി ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി അപ്പർ ലൈക്ക് ഒരു ട്രീ ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഏകദേശം ഒരു ട്രീ ഹൗസിൻ്റെ ആ ഒരു രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു ഹണിമൂൺ വില്ല. ഇതിൻ്റെ മുന്നിലൊരു വാലി ടൈപ്പ് ഒരു ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ട്രീ ഹൗസ് വരുന്നത്. ഈ ട്രീ ഹൗസ് ഓൺലൈൻ ബുക്കിങ്ങിൽ അവൈലബിൾ അല്ല, നമുക്ക് നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. ട്രീ ഹൗസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു വ്യൂ കാണാനുള്ളൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇതുപോലെ നമ്മൾ കയറി മുകളിലേക്ക് പോകണം. അപ്പം ഇവിടെ ഒരു സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. നല്ല തണുപ്പായിരിക്കും, കാരണം ഒന്നാമത് കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ. റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവൻ രാത്രിയാണെങ്കിൽ പോലും ആ ഒരു പാത്തിലൂടെയൊക്കെ നടക്കാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വരാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണിത്. അതുപോലെ എന്നെപ്പോലെ ഗ്രീനറി ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു റിസോർട്ട് അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.